എങ്ങനെയാ ഉറക്കെ പറയും. എന്താ വിശേഷം? സുഖല്ലേ? നല്ല രസമുള്ള ഷർട്ട് ഒക്കെ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബിൽ നമ്മൾ അങ്ങനെ വലിയൊരു അപ്ഡേഷൻ ഒന്നും തരുന്നില്ല. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാട്ടോ. എന്തായാലും ഞാൻ തരും. യൂട്യൂബിലൊക്കെ നമ്മൾ നല്ല അടിപൊളി വീഡിയോസ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് ഇങ്ങനെ അടിച്ചു പൊളിച്ച് പോകാമെന്ന് വിചാരിച്ചതായിരുന്നു. അതിന്റെ ഇടയിൽ കൂടെയാണ് എന്നെ വളരെ മോശമായിട്ടുള്ള കുറെ വീഡിയോസുകൾ കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ ഞാൻ പണ്ടേ പറയാറുണ്ട്, ഇൻസ്റ്റഗ്രാമിൽ എനിക്കെതിരെ മോശമായിട്ടുള്ള വീഡിയോസ് ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട്. കാരണം ഞാനത് ഒരു വ്യക്തിഹത്യ ഞാൻ ചെയ്യാറില്ല സംഭവം. അതുകൊണ്ട് നമുക്ക് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല, മനസ്സിലായോ? അപ്പം ശരിക്കും ഇരിക്കണേ. അപ്പൊ നമ്മള് എന്നെ പറ്റിയിട്ട് കുറെ വീഡിയോസ് മോശമായിട്ടുള്ളതൊക്കെ എടുക്കുക. നല്ലൊരു അമ്മായി. ഓക്കെ, ശരിക്കും ഇരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, നിക്ക്. അപ്പൊ എന്നെ പറ്റിയിട്ട് കുറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ മോശമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഇറങ്ങിയതിന്റെ കാരണം എന്താണ്, എന്തിനാണ് അത് ഇറക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എന്റെ പേരിൽ ഒരു മോശമായിട്ടൊരു കേസോ അടങ്ങിയേക്ക്. എന്റെ പേരിൽ ഒരു മോശമായിട്ടുള്ളൊരു കേസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ എന്റെ പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള ഒരേ ഒരു ഓപ്ഷനാണ് സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരു ഇത് പറഞ്ഞിട്ട്. അപ്പൊ ഇത് ആദ്യം എന്നെ ഉപദ്രവിക്കുക, എന്നെ സോഷ്യൽ മീഡിയയിൽ കൂടെ വളരെ മോശമായിട്ട് ഉപദ്രവിച്ചിട്ട് ഞാനത് റിയാക്ട് ചെയ്യുമ്പം ആരാണോ ഉപദ്രവിച്ചത് അവർ പിന്നെ ഡിലീറ്റ് ആക്കി പോയിട്ട് എന്നെ മാത്രം കേസ് കൊടുക്കും. നിക്ക്, എന്നെ പറ്റി പറയുന്ന ഒരുപാട് വീഡിയോസുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോഴും അത് ഓടിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അത് പറഞ്ഞുണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇപ്പൊ എവിടെയാണുള്ളത് പോലും എനിക്കറിയില്ല. ഇത് ചെയ്യാനുള്ള കാരണം എൻ്റെ പേരിൽ പ്രത്യേകിച്ച് കേസ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മളൊരു മനുഷ്യനെ പോയി ചൊറിയുക, എന്നിട്ട് പിന്നെന്ത് ചെയ്യുക, അയാളെടുത്ത് നടി മേടിച്ചിട്ട് അയാളെ പേരിൽ കേസ് കൊടുക്കുക എന്നൊരു മെത്തേഡാണ് സംഭവം. അതായത് വെറുതെ ഇരിക്കണ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചിറക്കുക. ഞാൻ റീൽസിൽ അഭിനയിച്ചിട്ടുള്ള കുറേ ലേഡീസിൻ്റെ കൂടെയാണ് കിടത്തം പൊറപ്പിക്കലിനൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട്. എന്നിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്തപ്പം ആ റിയാക്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുക. ഇതാണിപ്പം നടന്നിട്ടുള്ള സംഭവം. ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ളൊരു കേസായിരുന്നു. ഞാൻ ഇനിയിപ്പോൾ ഇതിൽ ചെയ്യാൻ ബാക്കിയില്ലാത്ത ഒരു കാര്യമല്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല. കൊടുത്ത ആളുകൾക്കൊക്കെ നമ്മൾ ഒന്ന് സമയമെടുക്കും എനിക്ക് തിരിച്ച് അടിക്കാനുള്ള സമയം. കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാവധാനം എനിക്ക് പയ്യെ തിന്നാൽ മതി. ഓക്കെ, ആക്കാനൊന്നും കാട്ടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു. ആ പറഞ്ഞതിനെതിരെ വിത്ത് പ്രൂഫായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തപ്പം എന്ത് ചെയ്ത്, എൻ്റെ പേരിൽ ഞാൻ തലക്ക് വെളിവില്ല, എൻ്റെ പേരിൽ പല കേസുകൾ ഇട്ടിട്ട് ഒരു കേസ് ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. ആ കേസ് ഞാനിപ്പം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു. കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ പ്രൂഫായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ എൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് പറയുന്നത്. തട്ടിക്കൊണ്ട് പോകാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാണില്ല അതിൻ്റെ മീനിങ് എന്താണുള്ളത്. ഈ കേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ സംഭവം? അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ? കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ മക്കളെ ഉപ്പ ഞാനാണ്, എൻ്റെ പേര് ആ പാസ്പോർട്ടിലുണ്ട് അല്ലേ? പിന്നെ എങ്ങനെ ഞാൻ തട്ടിക്കൊണ്ടു പോണത്? അപ്പൊ അതൊരു നുണ. രണ്ടാമത്തെ ഒരു നുണ എന്താ വെച്ച് കഴിഞ്ഞാൽ, രണ്ടാമത്തെ നുണ, ഞാൻ ഓൾറെഡി ഞങ്ങൾ കേസ് നടക്കുന്നുണ്ട് കോടതിയിൽ. ആ കോടതിൻ്റെ കേസ് മുഖവിലക്ക് എടുക്കാതെയാണ് ഞാൻ മക്കളെ കൊണ്ടുപോയത് എന്നാണ്. അപ്പം ആ ഒരു കേസ് നടക്കുന്നുണ്ട്. ആ കേസ് നടക്കുന്നത് മുഖവിലക്ക് എടുക്കാതെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, മക്കളെ കൊണ്ടുപോയി എന്നുള്ളൊരു രീതിയാണ് അടുത്തൊരു ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് നടക്കുകയാണ്. ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു 5 സെക്കൻഡ് പോലും
എനിക്ക് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കാൻ എൻ്റെ ലൈഫിലില്ല. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക, പലതും ആലോചിക്കാനുണ്ട് സംഭവങ്ങൾ. അതൊക്കെ ജീവിതം കൊണ്ട് മനസ്സിലാവും സംഭവം. തട്ടിക്കൊണ്ട് പോകുന്ന മക്കളാണ് ഇപ്പോൾ ഇതാക്കണ എൻ്റെ കൂടെ ഇങ്ങനെ നിന്നുകൊണ്ട് നടക്കുന്നുണ്ട്. ഇതാണ് തട്ടിക്കൊണ്ട് നിന്ന മക്കൾ. ഓക്കെ, മക്കൾ വലുതാവുകയാണ്. ഇനിയെങ്കിലും ബുദ്ധിയില്ലാത്ത കഴുതകളെ വാക്ക് കേട്ടുകൊണ്ട് ഒരുതരം നാസിസം ടൈപ്പാണ് ഇപ്പോൾ കാണിച്ചു വെക്കുന്നത്. അതായത് എനിക്ക് ഏതായാലും ഇനിയില്ല, ഞാൻ ഏതായാലും നാറി, ഇനി മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും നാറി ജീവിച്ചോട്ടെ എന്നുള്ളൊരു ഒരു മൈൻഡ് വെച്ചിട്ടാണ് സംഭവം. അതിലിപ്പോൾ മക്കളടക്കം നാറി. പണ്ടിതേമാർക്ക് ഞാൻ ആള് മരിച്ചു പോയിന്നേ ഞാൻ പറഞ്ഞോളൂ. ഇന്നിപ്പോൾ മരിച്ചതാണോ ജീവിച്ചതാണോ എന്ത് ബെനിഫിറ്റാണ് ഇപ്പോൾ ഇതിലുള്ളത്, മനസ്സിലായോ? അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ്. അപ്പം നല്ല നല്ല വീഡിയോസുകളൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊടിച്ച് പോകണമെന്നുണ്ട്. എൻ്റെ ഫോൺ ഞാൻ ഇനിയിപ്പോൾ പറഞ്ഞാൽ പുതിയ മേടിക്കട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിച്ചു വെച്ചിട്ടുള്ള കുറേ വീഡിയോസുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കണം, എൻ്റെ ഡാറ്റ ആയിട്ട് എടുത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഫോണൊക്കെ ഫുള്ളായി കിടക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റന്നാൾ പോയിട്ടൊരു പുതിയ ഫോണൊക്കെ മേടിച്ച് മോനക്കൊരു ഫോൺ മേടിക്കണം, ഒരു 16 Pro Max. മാനുവിന് ഒരു ടാബ് മേടിക്കണം. പിന്നെ എനിക്കും വേണൊരു ഫോണ്. ഞങ്ങൾ അടിച്ചു പൊളിച്ചുകൊണ്ട് എന്ത് ചെയ്യാം. അപ്പം അതിലുള്ള കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് ഇപ്പം നിങ്ങൾ വീഡിയോ ഇടാണ്ടിരുന്നു കഴിഞ്ഞാൽ എൻ്റെ വൈഫ് എവിടെ പോയില്ലെങ്കിൽ എൻ്റെ ആളെവിടെ പോയെന്നൊന്നും ആരും ചോദിച്ചറിയാമെന്നില്ലല്ലോ. ഇപ്പം ഞാനിത് ഇടുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയി അടുത്ത വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ ചിന്തിക്കും അതാ എവിടെ എന്നുള്ളത്. ഹാപ്പി ആയിട്ടിരിക്കുക. പണികളിങ്ങനെ തന്നുകൊണ്ടിരുന്നോളി. അതിങ്ങനെ ഞാൻ ഇങ്ങനെ അതിങ്ങനെ മേടിച്ച് വെക്കും എന്ന് വിചാരിക്കരുത് കേട്ടോ. മേടിച്ച് വെക്കുന്നുള്ള വിചാരിക്കരുത്, അത് ചിന്തിക്കണ്ട. മേടിച്ച് വെക്കും എന്ന് ചിന്തിക്കരുത്. ഇൻഷാ അല്ലാഹ് എന്താ പറയുക, ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ പറഞ്ഞു കൊടുക്കാൻ ഇതാക്കണ് എൻ്റെ പിള്ളേരും ഉണ്ട് എൻ്റെ കൂടെ. നല്ല വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നിങ്ങൾ പോകുന്നത് ചിലപ്പം വലിയ ഉസ്താക്കന്മാരടുത്തോ വലിയ മൗലവിമാരടുത്തോ എന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഹാർട്ട് അറ്റാക്ക് വന്ന് ചാവാനോ ഇല്ലെങ്കിൽ വല്ല മറ്റേ മൂലമാരത്ത് പോയിട്ട് മുട്ട മന്ത്രിച്ച് ഊതിയാണ്ട് പൊട്ടിച്ചാണ്ടൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ചെയ്യാം. അതൊക്കെ ഇനി നിങ്ങൾക്ക് നടക്കുള്ളൂ. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ഏൽക്കാതെ എല്ലാ കാര്യങ്ങളും ഏൽക്കാതെ ഇങ്ങനെ വന്നപ്പോഴാണ് സംഭവം. ഇതൊരു 10 മിനിറ്റിൻ്റെ കേസേ ഉള്ളൂ. ഒറ്റ മിനിറ്റ്. ഈ വീഡിയോ നിങ്ങൾ ആരും കാണുന്നുണ്ടെങ്കിൽ പോയി പറഞ്ഞു കൊടുക്കുക. വെറും 10 മിനിറ്റിൻ്റെ കേസ് പരിപാടി കൊണ്ട് ഈ കേസ് ഇവിടെ അവസാനിക്കും. ഏതെങ്കിലും നല്ലൊരു വക്കീലിനെ കാണുക, മ്യൂച്വലായിട്ട് പിരിയുക, മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യുക. ഈ മക്കളെ കസ്റ്റഡിയിൽ വെക്കാനുള്ള ഓർഡർ എനിക്ക് തരിക. എന്നിട്ട് നീ മക്കളെ കണ്ടോ, വിളിച്ചോ, സംസാരിച്ചോ, വെക്കേഷൻ ആകുമ്പോൾ നീ നിൻ്റെ അടുത്ത് ഒരു മാസം വെച്ചോ. ഇതൊക്കെ ദാറ്റ്സ് നോർമൽ. അതൊക്കെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇത് എനിക്കെൻ്റെ മക്കളെ വേണം, ഞാൻ പൊന്നു പോലെ നോക്കും, ഞാൻ കഷ്ടപ്പെടുത്താതെ നോക്കും എന്നൊന്നും പറഞ്ഞു തരണ്ട. അതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഒരു ജോലിയും കൂലിയും ഒരു ത്വരയില്ലാത്ത എനിക്ക് 3 കുട്ടികളെ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് പോയി നോക്ക് 10 മിനിറ്റ്. അപ്പം എനിക്ക് മനസ്സിലാവും. അപ്പം എനിവേ ഏറെക്കുറെ പറഞ്ഞ മാർക്ക് നമുക്ക് നല്ല വീഡിയോസുകൾ. അപ്പം അടുത്തൊരു വീഡിയോസ് വരുന്നത് വരെ അവിടെ തന്നെ ഇരുന്നോളൂ. അപ്പോൾ നമ്മളെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ളൊരു വീഡിയോസ് അടിച്ചിറക്കുക. എന്നിട്ട് എന്നെക്കൊണ്ട് തന്നെ പ്രൊവോക്കേഷനായിട്ട് തന്നെ ആ ഒരു വീഡിയോസ് എനിക്ക് പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് അടിച്ചിറക്കിയിട്ട് ഞാനതിനെ റിയാക്ട് ചെയ്യുമ്പം അതൊരു കേസ് മുതലാക്കിയിട്ട് കൊണ്ടുപോവുക. എന്നിട്ട് പിന്നെ പോസ്റ്റ് ചെയ്ത അക്കൗണ്ട് പിന്നെ ഡിലീറ്റ് ആക്കിയിട്ട് നടക്കുക. നിങ്ങൾക്ക് ആർക്കാണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്പേസസ് ഉണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഫ്രീഡം ഉണ്ട്. ആ ഫ്രീഡത്തിൽ ഓരോ സംഭവങ്ങൾ ചെയ്യാനല്ലാണ്ട് ഒരാളെ പ്രൊവോക്ക് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോസ് ഡിലീറ്റ് ആക്കിയിട്ട് എന്ത് കാര്യമായിട്ടുള്ളത്. ഒരുപാട് ആളുകൾ പല രീതിയിലായി നെഗറ്റീവായിട്ട് എടുത്തു, പോസിറ്റീവായിട്ട് എടുത്തു. ചില ആളുകൾക്ക് അത് വരുമാനത്തിന് വേണ്ടിയിട്ട് എടുത്തു. എന്തിനു വേണ്ടിയിട്ട്? ഇങ്ങനൊരു കേസ് എൻ്റെ പേരിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥ ചമഞ്ഞതാണത്.
ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പൊ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അതിൽ ഉറച്ചു നിൽക്കും. ഇത് ഇവര് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് 5 വർഷം 4 വർഷം മുന്നേ എൻ്റെ കൂടെ റീൽസ് ഇല്ലെങ്കിൽ ടിക്ടോക്ക് വീഡിയോസ് ആയിട്ട് UAE-ലാണ് ഞാൻ ഉള്ളത് കേട്ടോ. അപ്പം ആ ഒരു ടിക്ടോക്ക് വീഡിയോസിൻ്റെ ആ ഒരു വാലിഡിറ്റി ഒരു വാല്യൂ കൂടി മനസ്സിലാക്കുക. ഓക്കെ. പിന്നെ ഞാൻ പബ്ലിക്കിലിട്ട വീഡിയോസാണ്, ഒരിക്കലും പേഴ്സണലായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് എൻ്റെ ഫോണിൽ നിന്ന് കണ്ടുപിടിച്ചോ എന്നല്ല. പബ്ലിക്കിലിട്ട വീഡിയോസാണ് എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അതിട്ടുകൊണ്ട് വളരെ മോശമായിട്ട് ചിത്രീകരിച്ചപ്പോഴാണ് എനിക്ക് റിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണുള്ളത് എനിക്ക് പബ്ലിക്കിൽ പറയേണ്ടി വന്നിട്ടുള്ളത്. ആ റിയൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് പിന്നീട് എനിക്കെതിരെ കേസാക്കി വന്നിട്ടുള്ളത്. അപ്പം തന്നെ ചിന്തിച്ചാൽ മതി എന്തിനാണ് അവർ ആ വീഡിയോസ് ഇട്ടതെന്നുള്ളത്. ഞാനിപ്പോഴും പറയുന്നതാക്കണം, എനിക്ക് അവർക്ക് വേണ്ടി ഒരു 10 സെക്കൻഡ് ഒരു സെക്കൻഡ് പോലും എനിക്ക് ചിലവാക്കാനില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഇവർ തന്നെ. അങ്ങനെ അവർ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർക്ക് അതിൽ നിന്നുള്ള കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ട് എനിക്കെതിരെ കേസ് കൊടുക്കണം. ഇന്നിപ്പോൾ എൻ്റെ 4-5 മണിക്കൂർ പോയി അല്ലേ? ഈ 4-5 മണിക്കൂർ ഞാൻ തിരിച്ചെടുക്കും നിങ്ങളുടെ അടുത്തുനിന്ന്, അവരെടുത്തുനിന്ന് കേട്ടോ. ഞാൻ എടുക്കും, എന്നാലും ഞാനത് എടുക്കും. തൃശ്ശൂർ എടുക്കണ പോലെയല്ല ഞാൻ എടുക്കല്. നമുക്ക് അധികം ശത്രുക്കളൊന്നുമില്ല, നമുക്ക് ആകെ 2 ശത്രുവുള്ളൂ. ഇതിപ്പോൾ ഈ 2 പിള്ളേരൊന്ന് സേഫായിട്ട് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് അവരൊരു ഒരു 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 ഫ്രീ ആയിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആയി. അതുകൊണ്ടല്ലേ ഞാൻ കാമുകിമാരൊന്നും എടുക്കാത്തത്. ഇനി ഞാൻ കാമുകിമാരൊന്നും എടുക്കാത്ത എന്താണെന്ന് അറിയോ? അങ്ങോട്ട് ഞാൻ കൂട്ടത്തിൽ പറഞ്ഞത്. കാമുകിമാരെ ഞാൻ എടുക്കാത്തതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ പ്രേമിച്ച് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ കുറേ കാര്യങ്ങൾ എനിക്ക് എൻ്റെ ലൈഫിൽ നിന്ന് മാറിപ്പോവും. നമ്മളെ കാമുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കൂല, അതുപോലെ അതൊന്നും മാറ്റി വെക്കാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ഞാനിപ്പോൾ എടുക്കാത്തത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. അത് ചെയ്ത് തീർത്തിട്ട് ഇവരെ തൊട്ട അതേ സ്ഥാനത്ത് ഞാൻ അടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അടിക്കും. അതിനുശേഷം ബാക്കി കിട്ടുന്ന ജീവിതമൊക്കെ മതി അല്ലേ? അങ്ങനെയൊക്കെ പറയാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ലെവലാക്കാനൊക്കെ ഉണ്ട്, പിള്ളേരെ കാര്യങ്ങളൊക്കെ സെറ്റാക്കാണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നല്ലതാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഞാൻ നല്ലതാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ദുആവും നിങ്ങളെ കാര്യങ്ങളൊക്കെ എനിക്കും കൂടി എന്നെയും കൂടി ഉൾപ്പെടുത്തണമെന്നുള്ളത് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ സംഭവങ്ങൾ. മുട്ടായി തിന്നിട്ടാണ് പല്ലിങ്ങനെ ആയത്. എനിക്ക് കുഴപ്പമുണ്ടേ. ഓക്കെ എന്നാൽ